ട്രെയിനിങ്ങിനെ കുറിച്ചിട്ട് അല്ലെ. അപ്പൊ എല്ലാവരും ഓൺലൈൻ ട്രെയിനിങ്ങിനായിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അബാക്കസ് ആണ് എല്ലാവരും എടുത്തിരിക്കുന്ന സബ്ജക്ട്. സോ നമ്മുടെ ഇവിടുത്തെ ഒരു ഓക്കെ, അതായത് നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതില് ഒരു ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് അല്ലെ. എല്ലാവരും പേരൊക്കെ എഴുതിയിട്ടില്ലേ? ഇട്ടായിരുന്നോ? യെസ്. 1 2 3 4 അങ്ങനെ പറഞ്ഞിട്ടിട്ടുണ്ട്. അപ്പൊ ഈ 1 2 3 4 എന്ന് പറയുന്നത് നിങ്ങളുടെ നമ്പർ ആയിരിക്കും. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് കുട്ടികളെ തരുമ്പോ ഇപ്പോ 1 ആയിഷ സജ്ജനയാണെന്നുണ്ടെങ്കിൽ 1 ഫസ്റ്റ് കുട്ടി ആയിഷ സജ്ജനക്കുള്ളതായിരിക്കും. ഓക്കെ, അത് നിങ്ങളുടെ ലിസ്റ്റിലുള്ള നമ്പർ ഒന്ന് എല്ലാവരും ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്തേ. ഒന്ന് പോയി നോക്കിയിട്ട് ലിസ്റ്റിൽ നിങ്ങൾക്കുള്ള നിങ്ങളുടെ നേരെ മുന്നിലുള്ള മീൻസ് നിങ്ങളുടെ പേരിന് ആദ്യമുള്ള നമ്പർ ഏതാന്നുള്ളത് ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടുക. നോക്കിയോ? നല്ല ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടാവും കുറച്ച്. ഒരു കാര്യം പറയാണ്ട്, നമ്മൾ ഓഫ്ലൈൻ പറഞ്ഞിട്ടുള്ളതിൽ കുറച്ച് പേര് ഓൺലൈനിലേക്ക് തന്നെ കയറിയിട്ടുണ്ട്. ആഹാ, അപ്പൊ അവരുടെ പേര് ആഡ് ചെയ്യണം കേട്ടോ. ലിസ്റ്റിൽ എന്തായാലും പേര് ആഡ് ചെയ്യുക. അവരിന്നാണ് ജോയിൻ ആയത്. ഇപ്പം ഈ കുറച്ച് മിനിറ്റ് മുന്നാണ് ജോയിൻ ആയത്. അവർക്ക് നമ്പർ കൊടുക്കാം. ഓക്കെ ഓക്കെ, അതില് ലിസ്റ്റിലോട്ടേക്ക് ആഡ് ചെയ്താൽ മതി. നമ്പർ ഇട്ടിട്ട് ആഡ് ചെയ്താൽ മതി. ശരി, ആ നമ്പർ ആയിരിക്കുമല്ലോ അവർക്ക് ഉണ്ടാവുക. അതെ, ആ നമ്പർ ആയിരിക്കും ഉണ്ടാവുക. അടുത്ത നമ്പർ എത്രയാണോ ആ നമ്പർ കേട്ടാ. ഇപ്പൊ പറയുകയാണെങ്കിൽ ഉദാഹരണത്തിന് ഇതില് ജുവൈരിയ എം 1 നമ്പർ, ഫർസാന ജാസ്മിൻ 2, സമീറ 3, ഹസീന 4, ശ്രീദേവി 5, ആയിഷ സജ്ന 6, 7 ഷെറീന, അഫ്സാന 8, ഷംല 9, 10 അജ്മി, ഷെറിൻ 11, ആയിഷ എം 12. ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ എന്ത് വരിക നമ്പർ വരിക. ഇനി നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾക്ക് തരുന്ന സമയത്തും ഇത് തന്നെയായിരിക്കും നിങ്ങളുടെ നമ്പർ വരിക. ഓക്കെ, ഇത് തന്നെയായിരിക്കും നിങ്ങളുടെ നമ്പർ വരിക. അതായത് കുട്ടിയുടെ നമ്പർ സെയിം ആയിരിക്കും. മനസ്സിലായി? ഈ സംഭവം മനസ്സിലായാലും എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി അടുത്തതായിട്ട് പറയാനുള്ളത്, നിങ്ങള് ക്ലാസ് എടുക്കുന്ന പ്ലാറ്റ്ഫോം വന്നിട്ട് സൂം ആണ്. സൂമിൽ തന്നെ ക്ലാസ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സൂമില് ക്ലാസ് എടുക്കുക. ഇനി എന്തെങ്കിലും കാരണവശാല് പാരന്റ്സിന് സൂം കയറാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ ആപ്പിനെ കുറിച്ച് ധാരണ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റ് യൂസ് ചെയ്യാം. ഓക്കെ, ഇതുവരെ ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. അപ്പൊ നിങ്ങളുടെ അടുത്ത ടാസ്ക് നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ ലിങ്ക് ഇട്ടിട്ടില്ലല്ലോ? ആ ടാസ്ക് ഞാൻ തന്നില്ലല്ലോ? ഇല്ല എങ്കിൽ നാളെ രാവിലെ 10 മണിക്കുള്ളില് എല്ലാവരും ഇന്ന് സ്റ്റാർട്ട് ചെയ്യുക. ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ഗ്രൂപ്പിൽ ഇടണം. ഓക്കെ, സൂം ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ഗ്രൂപ്പിൽ ഇടണം. അതാണ് നിങ്ങളുടെ ടാസ്ക്. ഓക്കെ, ഫസ്റ്റ് ടാസ്ക് അതാണ് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? ഗ്രൂപ്പിൽ തന്നെ പോസ്റ്റ് ചെയ്യണം കേട്ടാ. ഇനി അടുത്തത്, ഇനി നിങ്ങൾക്ക് ഒരു കുട്ടിയെ കിട്ടിക്കഴിഞ്ഞാല് നിങ്ങള് 3 സ്ഥലങ്ങളിലേക്കാണ് നിങ്ങളുടെ ലിങ്ക് ഫോർവേഡ് ചെയ്യേണ്ടത്. ഒന്ന് ശരിക്കും ശ്രദ്ധിക്കുക, ഒന്ന് നിങ്ങളുടെ ഈ ഗ്രൂപ്പില്, ഓൺലൈൻ ട്രെയിനിങ്ങിന്റെ ഗ്രൂപ്പില്. 2 പാരന്റിനാണ് അയക്കേണ്ടത്. 3 എനിക്കാണ് അയക്കേണ്ടത്. ഓക്കെ, എനിക്ക് അയച്ചിട്ട് ക്ലാസ് സ്റ്റാർട്ട് ആവുന്ന സമയത്ത് എന്റെ അടുത്തൊന്ന് മെസ്സേജ് ഇടാം. മിസ്സേ കുട്ടി ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മാത്രം നിങ്ങൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കാരണം എനിക്ക് നിങ്ങളുടെ ഒബ്സർവേഷന് വേണ്ടി കയറാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അവിടെയാണ് നിങ്ങളുടെ മാർക്ക് വരിക. കേട്ടല്ലോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? എന്തേലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അതായത് 3 സ്ഥലങ്ങളിലേക്ക്, ഒന്ന് ഗ്രൂപ്പ്, ഒന്ന് പാരന്റ്, ഒന്ന് ഞാൻ. ഇനി ഓക്കെ, ഞാൻ ഇപ്പോ സമീറ ഡെയിലി എനിക്ക് ലിങ്ക് തരുന്നുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, നാളെ ലിങ്ക് തന്നു. അതുപോലെ ഞാൻ സെമീറയുടെ ക്ലാസ് റൂമിൽ കയറി എന്ന് വിചാരിക്കുക. എന്നാൽ മറ്റന്നാളെ മുതൽ സെമീറ എനിക്ക് അയക്കണ്ട, പിന്നെ 2 സ്ഥലത്തേക്ക് അയച്ചാൽ മതി. എനിക്ക് അയക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ ആയോ? ഒരു ദിവസം നിങ്ങളുടെ ക്ലാസ് റൂമിൽ കയറി കഴിഞ്ഞാല് എനിക്ക് അയക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പറ്റുന്നവര് സൂം കട്ടാവില്ല എന്ന് ഉറപ്പുള്ളവർക്ക് എന്നെ ഒന്ന് റിങ് ചെയ്യണം കേട്ടാ. മീൻസ് എനിക്ക് ഒരു കോള് ചെയ്യണം. നിങ്ങൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ തൊട്ട് മുമ്പ് എനിക്ക് എന്ത് ചെയ്യാം? ഒരു കോള് തരാം. കുട്ടി കയറിയതിന് ശേഷം മാത്രം. എനിക്ക് വെയിറ്റിംഗ് നടക്കൂല, കാരണം അപ്പുറം ഇപ്പുറമൊക്കെ കയറാനുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യാ? കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഒരു കാരണവശാലും ലിങ്ക് ഇട്ടതിന് ശേഷം കുട്ടികൾ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. നിങ്ങൾ വേണം കുട്ടിയെ കാത്തിരിക്കാനായിട്ട്. അതിന് മാർക്കുണ്ട്.
ഓക്കെ ഓക്കെ. അടുത്തതിന് ശേഷം അടുത്ത് പറയാനായിട്ട് അടുത്തത് ആ നിങ്ങൾക്ക് തരുന്ന കുട്ടികൾക്ക് അബാക്കസിലെ ഞാൻ തന്നിരിക്കുന്ന മൊഡ്യൂൾസ് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, അതിന്റെ ബേസിൽ നിങ്ങൾ പ്രിപ്പയർ ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അതിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഒരു സഹകരണത്തോട് കൂടി സെറ്റ് ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് മീറ്റിംഗ് ഒക്കെ വെച്ചോ. എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരു മീറ്റിംഗ് വെച്ചിട്ട് ഇതെങ്ങനെയൊക്കെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം. എന്നെക്കാളും നല്ല എണ്ണയാണേ, ഫുള്ള് വീട് മൊത്തം ആവേ. വേടത്തിന് മസ്ന വെയിറ്റ് കേട്ടോ, സോറി. ഓക്കെ, ഐം സോറി. അപ്പൊ എന്താണ്, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കും. ഇനി നിങ്ങൾ ഒന്ന് ഇരുന്ന് ഡിസ്കസ് ചെയ്ത് എങ്ങനെയൊക്കെ പഠിപ്പിക്കാം ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഹെൽപ്പിങ്ങോടെ പോവാം. ഇനി അടുത്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിന് മാർക്ക് ഇടുന്നതിന്റെ ക്രൈറ്റീരിയാസ് ആണ് പറയാൻ പോകുന്നത്. ക്രൈറ്റീരിയാസ് ആണ്, ഇതിനാണ് മാർക്ക് വരുന്നത്. ഒന്ന്, ഉറപ്പായിട്ട് നിങ്ങളുടെ പ്രസന്റേഷൻ ആയിരിക്കും. അതിനാണ് മെയിൻ ആയിട്ട് മാർക്ക് വരിക. അസ്ന, അങ്ങനെ പോരാ. മിസ്സേ മ്യൂട്ട് ആയതാണോ? ഓക്കെ, സോറി. ഓക്കെ, അത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഇനി എന്താണ് ക്രൈറ്റീരിയാസ് നോക്കാം. നമ്പർ 1, പ്രസന്റേഷൻ തന്നെയാണ്, അതിന് വലിയ മാർക്ക് നിങ്ങൾക്കുണ്ട്. സെക്കൻഡ് വൺ, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ആണ്. ബാക്ക്ഗ്രൗണ്ട് നീറ്റ് ആയിരിക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നേ. വെയിറ്റ് ജന്ന, അപ്പുറം പോകുന്നത് കണ്ടില്ലവർക്ക് കേട്ടോ, സോറി, ഞാൻ തിരക്കിനിടക്ക് വന്നിരുന്ന കേട്ടോ. ശരി, അതായത് ബാക്ക്ഗ്രൗണ്ട് ആണ് നിങ്ങളുടെ സെക്കൻഡ് നോക്കുന്നത്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വേഷം, ഡ്രസ്സിങ്. ഓക്കെ, ഡ്രസ്സിങ് നിങ്ങൾ ഒന്നെടുക്കും. പിന്നെ ഡ്രസ്സിങ് നല്ല നീറ്റ് ആയിരിക്കണം. ഓക്കെ, അടുക്കളയിൽ നിന്ന് കയറി വരുന്ന രൂപത്തിലൊന്നും ആയിരിക്കും. ക്ലാസ് എടുക്കാൻ ഇരിക്കുക എന്നുള്ളത് തോന്നണം. ഓക്കെ, മുസ്ലിംസ് ആകുമ്പോൾ സ്കാർഫ് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ തന്നെ ഇരിക്കുക. മറ്റു കമ്മ്യൂണിറ്റിക്കാരെ നല്ല നീറ്റായിട്ട് ഷോളൊക്കെ ഇട്ട് നല്ല രീതിയിൽ ടീഷർട്ടോ അല്ലെങ്കിൽ നൈറ്റിയോ ഒക്കെ ആയിട്ട് ഇരിക്കരുത്. മനസ്സിലായല്ലോ? ക്ലാസ് അവർക്ക് തന്നെ തോന്നണം. അവരാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് തരേണ്ടത്. ഈ മിസ് ഇവിടുന്ന് കയറി വരുവാന്ന് തോന്നരുത്. ഓക്കെ, അടുത്ത് ബാക്ക്ഗ്രൗണ്ട് നോയ്സസോ കാര്യങ്ങളോ ഒന്നും പാടില്ല. അതായത് കുട്ടികൾ കൂടെ കൂടെ കയറി വരിക, അങ്ങനെയൊന്നും പാടില്ല. കുട്ടികൾ ആരുടെങ്കിലും കയ്യിൽ ഏൽപ്പിക്കുക. ഓക്കെ, ഒരു 1 hour ഇല്ല, 45 minutes ആയിരിക്കും നിങ്ങൾക്ക് മാക്സിമം ലിമിറ്റ് പ്രൈവറ്റ് ലിങ്കില് നിങ്ങളുടെ സൂമില്. ഓക്കെ, അത് കംപ്ലീറ്റ് എടുത്താൽ മതി. പിന്നെ കുട്ടിയോട് ജോയിൻ ചെയ്യാൻ വേണ്ടി പറയണ്ട. 45 മിനിറ്റ് ആണെങ്കിൽ 45 മിനിറ്റ് എടുത്താൽ മതി കേട്ടാ. ഓക്കെ, ഇനി നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല, കംപ്ലീറ്റ് ആക്കണം, 1 hour വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ എടുക്കാം. ഇത് തന്നെ റീജോയിൻ ചെയ്യാൻ വേണ്ടി പറയാം. വീണ്ടും ലിങ്ക് ഒന്നുകൂടെ സെയിം ലിങ്കിൽ റീജോയിൻ ചെയ്യാൻ വേണ്ടി പറയുക. ഇനി അടുത്തത് നിങ്ങളുടെ ഇതെന്തെല്ലാരും വീഡിയോ ഓഫ് ചെയ്തിട്ടിരിക്കുന്നേ? ഞാൻ ഇങ്ങനെ ചാടിപ്പടച്ച് വന്നിട്ട് ഇവിടെ ഇങ്ങനെയാ. ഓക്കെ, എല്ലാവരും വീഡിയോ ഓൺ ചെയ്തിരിക്കുക കേട്ടോ. ശരി, അതുപോലെ വീഡിയോ ഓഫ് ചെയ്തിട്ട് ഒരു കാരണവശാലും ക്ലാസ് എടുക്കരുത്. ഓക്കെ, അതുപോലെ ഇപ്പൊ ഷംല ഇരിക്കുന്ന കേട്ടോ, ഈ ഒരു ഇതില് കുട്ടി നിങ്ങളെ കാണണം. ഫോണ് സ്റ്റേബിൾ ആയിട്ട് വെക്കണം, അനങ്ങരുത്. കൈ പിടിച്ചിട്ട് ഫോണ് ക്ലാസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കരുത്. ഉറപ്പായിട്ട് ഇതിനൊക്കെ മാർക്കുള്ളതാണ്. അടുത്ത നിങ്ങളുടെ ലാംഗ്വേജ് ഫ്ലുവൻസി. ലാംഗ്വേജ് ഫ്ലുവൻസി ലൈക്ക് നിങ്ങളുടെ ഇത് മതി, സ്ലാങ് മതി. അതായത് ഏത് നാട്ടുകാർക്കും കാച്ചിങ് ആയിട്ടുള്ള സ്ലാങ് ആയിരിക്കണം. ലൈക്ക് ഇപ്പൊ കാസർഗോഡുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാടൻ ഭാഷ മാറ്റിയിട്ട് കുട്ടികൾക്ക് കാച്ചിങ് ആയിട്ടുള്ള ഭാഷ യൂസ് ചെയ്യാം. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ എല്ലാവർക്കും അവരവരുടെ ഭാഷ ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന കുട്ടി വേണമെങ്കിൽ മറ്റു ജില്ലക്കാരായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്യണം. അതിന് നിങ്ങൾക്ക് മാർക്ക് ഉണ്ട് കേട്ടോ. ഓക്കെ, പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് കുട്ടിക്ക് ഏതാണോ മനസ്സിലാവുന്ന ഭാഷ ആ ഭാഷയുടെ ക്ലാസ് എടുക്കുക. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈം മാനേജ്മെന്റ് കറക്റ്റ് ആയിട്ട് മാക്സിമം നിങ്ങൾക്ക് 1 hour തന്നെ ക്ലാസ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ. അതുപോലെ ഇൻട്രൊഡക്ഷൻ, നിങ്ങളുടെ ഇൻട്രൊഡക്ഷന് മാർക്കുണ്ട്, നിങ്ങൾ കൊടുക്കുന്ന ടോപ്പിക്സിന് മാർക്കുണ്ട്, എല്ലാത്തിനും മാർക്കുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ മസ്റ്റ് ആയിട്ടും ടീച്ചിങ് എയ്ഡ്സ് ഉണ്ടായിരിക്കണം. അത് ഉറപ്പായിട്ട് നിങ്ങളുടെ അബാക്കസ് ടൂള് തന്നെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ദെൻ കുട്ടികള്
കുട്ടികള് ഇപ്പൊ എത്ര കുട്ടികളാ? നിങ്ങൾ ഇപ്പൊ 12-13 പേരുണ്ടല്ലേ? വെയിറ്റ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ട്. ഒരാൾക്ക് എത്ര പേരാണ് പറഞ്ഞേ? ഒരു കുട്ടിയായിരിക്കും ഒരു ടീച്ചർക്ക് തരിക. അത് തൊട്ട മുന്നത്തെ നമ്പറാണോ? മുന്നത്തെ നമ്പർ അല്ലടാ. ഇപ്പൊ ഷംലയുടെ നമ്പർ എത്രയാ? മറന്നുപോയി. നോക്കട്ടെ. ഓക്കെ, മിസ് എത്ര ദിവസാണ് വരുന്നത്? 15 ദിവസം തന്നെയല്ലേ? ഇന്റേത് 9 ഷംല. ഓക്കെ, 9ാമത്തെ നമ്പറിലുള്ള കുട്ടിനെയാണ് ഷംല എടുക്കേണ്ടത് കേട്ടാ. ഞാൻ തരുമ്പോ ഞാൻ ഓരോ കുട്ടിയുടെ ഡീറ്റെയിൽസ് അയക്കും, നമ്പർ അയക്കും. അപ്പൊ 9ാമത്തെ നമ്പറുള്ള ആളല്ലേ? 9ാമത്തെ നമ്പറാണ് ഷംലയുടെ കുട്ടി. ഇനി വേറെ എന്താ ചോദിച്ചാരോ? 15 ദിവസമായിരിക്കും നിങ്ങളുടെ ട്രെയിനിങ് ഉണ്ടാവുക. നിങ്ങൾക്ക് ഒരു 20 days ഞാൻ തരും, 20 ദിവസം തരും. അത് ഇടയ്ക്ക് അഥവാ അർജന്റ് ആയിട്ട് ലീവ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാനാണ് ഒരു എക്സ്ട്രാ 5 days തരുന്നത്. ഓക്കെ, അപ്പൊ അതിനുള്ളിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം നിങ്ങളുടെ ട്രെയിനിങ്. കുട്ടിയെ കിട്ടിയിട്ട് 20 ദിവസത്തിനുള്ളിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. എടുത്തോ, ഒന്നെടുത്തോ. ഓക്കെ, ടൈം എപ്പോഴാ മിസ്? അതാണ് അത് കുട്ടിയുടെ പാരന്റുമായിട്ട് ഓരോ ടീച്ചേഴ്സും ഡിസ്കസ് ചെയ്തിട്ട് കൺഫേം ആക്കുക. ഓക്കെ. Got it? ഓക്കെ, നെക്സ്റ്റ്. ഇനിയുള്ള ഡൗട്ട്സ് ഒക്കെ ചോദിച്ചോ. അപ്പൊ ആ സമയത്ത് മിസ് ഫ്രീ ആയിരിക്കുമോ? അതാണ് ഞാൻ പറഞ്ഞത്, ഡെയിലി നിങ്ങൾ അയക്കണം. ചില ദിവസം ഞാൻ ബിസി ആയിരിക്കും, ചില ദിവസം ഞാൻ ഫ്രീ ആയിരിക്കും. അപ്പൊ ഏത് ടൈം ആണോ പറ്റുന്നത്. ചിലപ്പോ എനിക്ക് 15 ദിവസത്തിനുള്ള ഇടയ്ക്ക് കയറാൻ വേണ്ടി പറ്റിയില്ല എന്ന് കരുതുക. ഓക്കെ, അങ്ങനെ പറ്റിയില്ലെങ്കിൽ തന്നെ ഞാൻ പാരന്റ്സിന്റെ ത്രൂ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എടുത്തിട്ട് മാർക്ക് ഇടും. ഓക്കെ, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ട് മാർക്ക് എടുക്കും. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ഡെയിലി ലിങ്ക് ഇടണം. ഗ്രൂപ്പിൽ ഇടാത്ത ലിങ്ക് നിങ്ങളുടെ ക്ലാസ് ആയിട്ട് കൂട്ടൂല. 15 ദിവസത്തിൽ ഒരു ദിവസം ഗ്രൂപ്പിൽ ലിങ്ക് ഇട്ടില്ലെങ്കിൽ നിങ്ങൾ 14 ദിവസം മാത്രമേ കൂട്ടുള്ളൂ കേട്ടോ. ഈ ലിങ്ക് ആകെ 3 ദിവസം, ഫസ്റ്റത്തെ 3 ദിവസം മാത്രം മിസ്സിന് അയച്ചാൽ മതി, ബാക്കിയൊക്കെ ഗ്രൂപ്പിലും പിന്നെ പാരന്റിനും അയക്കും. 3 ദിവസമല്ല, ഞാൻ കേറുന്നത്രയും വരെ. അത്രയും വരെ. ഇനിയിപ്പോ 15ാമത്തെ ദിവസമാണ് സമീറയുടെ ക്ലാസ് റൂമിൽ കയറുന്നുണ്ടെങ്കിൽ 15 ദിവസം എനിക്ക് സമീറ ലിങ്ക് ഇട്ട് തരേണ്ടി വരും. എപ്പോഴാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ക്ലാസ് കുട്ടിയെ കിട്ടിയിട്ട് പാരന്റുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ പറ്റുമെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഇന്നും നാളെയൊക്കെ ആയിട്ട് കുട്ടികളെ തരും. ക്ലിയർ? എക്സാം ടൈം അല്ലേ, അപ്പൊ കുട്ടികള് ആ ഒരു ഇപ്പം ക്ലാസ് ടൈം ആണ്, അപ്പൊ ഈവനിങ് ഒക്കെ ഒരു ബിസി ആയിരിക്കൂലേ? അത് നിങ്ങൾ ഡിസ്കസ് ചെയ്ത് നോക്കാം. ചില മിക്കവാറും ഗൾഫിലുള്ള കുട്ടികളായിരിക്കും കൂടുതൽ ഉണ്ടാവുക കേട്ടോ. അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇപ്പൊ മെയിൻ ആയിട്ട് വേണ്ടത് ആ മൊഡ്യൂൾസിനനുസരിച്ചിട്ട് നല്ലൊരു സെറ്റപ്പ് ആക്കിയിട്ട് നിങ്ങൾ ഗ്രൂപ്പായിട്ടൊക്കെ ഇരുന്നിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ കാര്യങ്ങള്. ഈ സൂം ലിങ്ക് നമ്മള് ആണോ ക്രിയേറ്റ് ചെയ്യല്? യെസ്, അതാ പറഞ്ഞത്, നിങ്ങളുടെ ടാസ്ക് ആണ് അത്. നാളെ 10 മണിക്കുള്ളിൽ നിങ്ങൾ സൂം ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് ഗ്രൂപ്പിൽ ഇടണം. അതിന് ആരുടെ ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം. നിങ്ങൾ തന്നെ മാക്സിമം സ്വന്തമായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ യൂട്യൂബും ഒക്കെ മറ്റോ നോക്കി ചെയ്യുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് ചോദിക്കാൻ ഒട്ടും പറ്റുന്നില്ല, നിങ്ങളുടെ മെന്റേഴ്സ് ആരാണോ അവരുടെ അടുത്ത് ചോദിക്കാം. മെന്റേഴ്സിനെ കൂടുതൽ ഇടങ്ങാറാക്കരുത്, അവർക്ക് വേറെയും വർക്ക്സ് ഉണ്ട്. മാക്സിമം നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അത് നിങ്ങൾക്ക് ഒരു പ്രാക്ടീസ് ആണ്. നിങ്ങൾ സെയിം ലിങ്ക് തന്നെ നിങ്ങൾക്ക് ഡെയിലി ക്ലാസ് എടുക്കാം ആക്ച്വലി. പക്ഷെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഡെയിലി ക്രിയേറ്റ് ചെയ്യുന്നതാണ് നല്ലത്, ബിക്കോസ് നിങ്ങൾക്ക് അതൊരു പ്രാക്ടീസ് ആവും. എനിത്തിങ് എൽസ്? ചോദിക്കാം, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം കേട്ടോ. ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോകാം. കാരണം എനിക്ക് ഇങ്ങനെ തുരാന്ന് ലിങ്ക് വരുന്നതിന്റെ ഇടയ്ക്ക് നിങ്ങളുടെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെസ്സേജ് ഒന്നും ഞാൻ കാണത്തില്ല. അർജന്റ് മെസ്സേജ് ആണെങ്കിൽ പോലും കാണില്ല. ഒരു ഡൗട്ട് ചോദിക്കട്ടെ മിസ്സേ? ഈ മൊഡ്യൂളില് ഇപ്പൊ ഇതിലുള്ള മൊഡ്യൂളില് ഒട്ടും അബാക്കസ് അറിയാത്ത ഒരു സ്റ്റുഡന്റിന് നമ്മൾ ഇത്രയും പോർഷൻസ് പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട് എനിക്ക്.
നിങ്ങൾക്ക് തരുന്നത് അബാക്കസ് കഴിഞ്ഞതോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ കുട്ടിക്ക് അബാക്കസ് നല്ല ചെറിയ രീതിയിൽ ടച്ച് ഉള്ള കുട്ടികളെ ആയിരിക്കും. ഓക്കെ 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 അങ്ങനെയാണെങ്കിൽ ഓക്കെ ആവും. ഓക്കെ ഫൈൻ. അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. മീൻസ് പാരന്റിനെ കിട്ടുന്ന സമയത്ത് ചോദിക്കണം. കുറച്ച് കുട്ടികളെ ഞാൻ കുറച്ച് പുറത്തുനിന്ന് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഈ 15 ദിവസം ഈ 15 മൊഡ്യൂൾ ഞാൻ തന്നൂന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അതിൽ എന്ത് മാറ്റവും വരുത്താം. ഓക്കെ, എന്ത് മാറ്റവും വരുത്താം. ചില കുട്ടികൾ അത്ര പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യത്തില്ല. അപ്പൊ നിങ്ങൾക്ക് 15 ദിവസം പോരാന്ന് വരും. അങ്ങനെ വരുമ്പോ നിങ്ങൾക്ക് എത്രയാണോ എടുക്കാൻ പറ്റുന്നത് അത്ര എടുത്താൽ മതി. ആ പാരന്റിനോട് ചോദിക്കുമ്പോൾ ഈ മിസ് പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ് കേൾക്കേണ്ടത്. അല്ലെങ്കിൽ മിസ് വെറുതെ വന്നു പോയി എന്നല്ല കേൾക്കേണ്ടത്, പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, എനിക്ക് അത്രേ വേണ്ടുള്ളൂ. നിങ്ങൾക്ക് ആ ഒരു മൊഡ്യൂൾ തന്നേ ഉള്ളൂ കേട്ടോ. അല്ല അബാക്കസ് ഇപ്പൊ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണല്ലോ. അപ്പൊ ഒന്ന് അതെ, ചെയ്യാൻ നമുക്ക് നെക്സ്റ്റ് അതാ ഞാൻ പോകാൻ പറഞ്ഞത്. പറ്റില്ല. നിങ്ങൾക്ക് കിട്ടുന്ന കുട്ടിയുടെ അടുത്ത് പാരന്റിന്റെ അടുത്ത് ചോദിക്കുക, കുട്ടിക്ക് അബാക്കസ് എന്തെങ്കിലും തരത്തിലുള്ള ബേസ് ഉണ്ടോ എന്ന് ചോദിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ കുട്ടിയെ തന്ന എങ്ങനെ നിങ്ങൾ പഠിപ്പിക്കും അതുപോലെ കൊടുക്കുക. എന്തായാലും കുട്ടിയുടെ കയ്യിൽ ടൂൾസ് ഉണ്ടാവും. ടൂൾ ഉള്ള കുട്ടികളായിരിക്കും. ഇനി ടൂൾ ഇല്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ നിങ്ങൾക്ക് എന്റെ അടുത്ത് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. ഓക്കെ. ഈ ക്ലാസ്സിന്റെ ടൈം 1 hour അല്ലേ? 1 hour ആണ്. Okay. വലിയ കുട്ടികളുണ്ടാവും, കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടാവും. ഓക്കെ, അവർക്ക് ഏത് പ്രായക്കാർക്കും അബാക്കസ് ഫസ്റ്റ് ആണ്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് കാണുന്നത് ഇവരെ ഒരു ഐഡിയ അല്ല. ലിങ്ക് ഈ സൂമേ ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് കണ്ടത് ഇവരെ ഒരു ഐഡിയ അല്ല അറിയാം. അതൊന്ന് ചെയ്തു നോക്ക്. പറ്റിയില്ലെങ്കിൽ സുമീല ഒന്ന് നോക്കണേ. പിന്നെന്ന് പറയുമ്പോ നോക്കാം. റെക്കോർഡ് വിട്ടെടുക്കാം, വീഡിയോ റെക്കോർഡ്. ഓക്കെ, പിന്നെ മിസ്സേ ഇവരുടെ ഒരു ലെസൺ പ്ലാൻ ആയിട്ടൊന്ന് സെറ്റ് ചെയ്ത് ഗ്രൂപ്പിൽ ഇട്ടാൽ നന്നായിരുന്നു അല്ലേ? എങ്ങനെയാണ് ക്ലാസ്? അതായത് ക്ലാസ് കഴിഞ്ഞിട്ടാണ് ലെസൺ പ്ലാൻ എഴുതേണ്ടത് കേട്ടോ. ആദ്യം ക്ലാസ് കഴിയുക, അന്നത്തെ ഡീറ്റെയിൽസ് ലെസൺ പ്ലാൻ നോർമലി നിങ്ങൾക്ക് എങ്ങനെയാണോ പഠിപ്പിച്ചതെന്ന് അതേ രീതിയിൽ ചെയ്താൽ മതി കേട്ടോ ലെസൺ പ്ലാൻ. ഓക്കെ, ഞാൻ അതിന്റെ ഒരു മോഡൽ അയച്ചുതരാം. നോർമൽ PPTTC MTTCക്ക് പോകുന്ന പോലെ തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ എന്താണ് ഞങ്ങൾ ഇതുവരെ കൊടുത്തത്? ലെസൺ പ്ലാനിനെ കുറിച്ചിട്ട് അറിയില്ല, എങ്ങനെ ചെയ്യലെന്നുള്ളത് വരെ. ഓക്കെ ഫൈൻ, ഞാൻ മോഡൽ അയച്ചുതരാം. ഡോണ്ട് വറി. ഓക്കെ, അതിൽ ചേഞ്ച് വരാന്നുള്ളത് നിങ്ങളുടെ ടോപ്പിക്കാണ്. അവിടെ വരാന്ന് മാത്രം ചേഞ്ചസ് വരുന്നുള്ളൂ. ബാക്കിയെല്ലാം സെയിം ആണ് കേട്ടോ. ഓക്കെ. ക്ലാസ് കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യാം. മാമിന് അയച്ചുതരാം. ഹലോ മിസ് മ്യൂട്ടാ. എന്തായിരുന്നു സമീറ ചോദിച്ചേ? ക്ലാസ് കഴിഞ്ഞിട്ട് മാമിന് അയച്ചുതരാം ലെസൺ പ്ലാന്. 15 ദിവസം കഴിഞ്ഞിട്ട് എല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് എനിക്ക് അയക്കുന്നത്. അതോടെ നിങ്ങളുടെ ട്രെയിനിങ് കംപ്ലീറ്റ് ആവുകയാണ്. ഞാൻ നിങ്ങൾക്ക് ടിക്ക് തരുവാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് വരുന്നു, അത് കംപ്ലീറ്റ് ആവുന്നു. നിങ്ങളുടെ ട്രെയിനിങ് അതോടെ കംപ്ലീറ്റഡ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നാളെ വിടേണ്ട ലിങ്ക് മിസ്സേ വെറുതെ ക്രിയേറ്റ് ചെയ്യാൻ മാത്രമുള്ളല്ലേ, ക്ലാസ്സിനുള്ളതല്ലല്ലോ? ക്രിയേറ്റ് ചെയ്താൽ മാത്രം മതി. ടോട്ടൽ ഗ്രൂപ്പിൽ 16 ലിങ്ക്സ് ആവുമ്പോ സഖി വന്നു. 16 ലിങ്ക് ആണ് ഒരാളുടെ വരേണ്ടത്. ഞാൻ കൗണ്ട് ചെയ്യും ഇവിടെ. ഓക്കെ, ഞാൻ കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഒരാളുടെ 16 ലിങ്ക് ആണ് വരേണ്ടത്. ഒന്ന് നിങ്ങളുടെ പ്രാക്ടീസ് ലിങ്ക്, മീൻസ് ജസ്റ്റ് ലിങ്ക് ഇടാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ലിങ്ക്, ബാക്കി 15 ഡേയ്സിലേക്കുള്ള ലിങ്ക്. ക്ലിയർ? ക്ലിയർ അല്ലേ? യെസ്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിച്ചോ. ഓക്കെ, ഡൗട്ട്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലെ? ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് തന്നെ ചോദിച്ചിട്ട് എന്നെ ടാഗ് ചെയ്താൽ മതി. PM ചോദിച്ചാൽ ചിലപ്പോ കിട്ടിയെന്ന് വരില്ല കേട്ടോ റിപ്ലൈ. മിസ്സേ ഒരു ഡൗട്ട് കൊണ്ട് ചോദിക്കുന്നത്, ഇവരുടെ ക്ലാസ്സുകളിൽ ഇവര് ഫ്ലാഷ് കാർഡ് അങ്ങനെയുള്ള കാർഡുകളൊക്കെ യൂസ് ചെയ്ത് അവർക്ക് ചെയ്യുന്നത് നല്ലതല്ലേ? അവർ ചെയ്യൂടെ? നോർമലായിട്ടുള്ളതൊന്നും ഇല്ലല്ലോ? അതിന് മാർക്കുണ്ട്. നിങ്ങൾ എന്തൊക്കെ ടീച്ചിങ് എയ്ഡ്സ് ആണ് കുട്ടികൾ കൊടുക്കുന്നതെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽസ് എടുക്കുന്നുണ്ട്. അതിന് മാർക്കുണ്ട്. നിങ്ങൾ എന്തൊക്കെ ടീച്ചിങ് എയ്ഡ്സ് ആണ് എടുത്തിട്ടുള്ളത് അതൊക്കെ അതിന്റെ ഒക്കെ ഫോട്ടോ എനിക്ക് വിട്ടുതരണം. ട്രെയിനിങ് എന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞേ?
കുട്ടിയെ കിട്ടിയിട്ട് നെക്സ്റ്റ് ഡേ തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. പാരന്റ് ചിലപ്പോൾ പറയും 2 ദിവസം കഴിഞ്ഞ്. ആ സ്റ്റാർട്ട് ചെയ്ത ഡേ തൊട്ട് 20 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ ട്രെയിനിങ് കംപ്ലീറ്റ് ആക്കണം കേട്ടോ. ഒരുപാട് ലാഗ് വരാൻ പറ്റും. ഇപ്പൊ ഒരു പാരന്റ് പറയുവാണ് 3 ഡേയ്സ് കഴിഞ്ഞിട്ട് ഞാൻ വരുള്ളൂ, എനിക്ക് 3 ഡേയ്സ് ലീവ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാം. കാരണം നമുക്ക് 15 ദിവസത്തെ ട്രെയിനിങ് പെട്ടെന്ന് തീർക്കാന്നുള്ളതാണ് ലക്ഷ്യം. ഓക്കെ മിസ്, നമ്മുടെ ലിങ്കില് മിസ്സിന് ഉള്ള ആവശ്യത്തിനുള്ള ആയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് പറയണേ, നമുക്ക് കോൾ ചെയ്തിട്ട് സെറ്റ് ചെയ്യാം. കാണാത്തവരുണ്ടാവും. എങ്ങനെ? മിസ് ലിങ്ക് തന്നിട്ടില്ലായിരുന്നോ നമുക്ക് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനേഴ്സിനുള്ള? അതെ അതെ, അതില് കുട്ടിയൊക്കെ വേണ്ടിയിട്ടല്ലേ? ഒന്ന് എനിക്ക് PM എത്ര പേരുണ്ടെന്ന് ഒന്ന് പറയണം, ഇല്ലെങ്കിൽ നമുക്ക് കോണ്ടാക്ട് ചെയ്തിട്ടേ അതെ, സെറ്റ് ചെയ്യാം. കുറച്ചുകൂടെ വേണം. ഇപ്പൊ കുറച്ചേ ഓക്കെ. വന്നിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ആ പുറത്തുനിന്ന് എടുക്കുമ്പോ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അവര് പറഞ്ഞ പോലെ ബേസ് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് മാക്സിമം ഒന്ന് ഫില്ല് ചെയ്യിപ്പിക്കുക കേട്ടോ. ഓക്കെ, ഞാനൊന്ന് സ്റ്റുഡൻസിനെ വിളിച്ചിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ, സുമില ഇത് കൺക്ലൂഡ് ചെയ്യൂലേ? ഓക്കെ, നമ്മൾ വൈൻഡപ്പ് ചെയ്യാം മിസ്.